നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ നിങ്ങൾ? ഇതാണ് കുത്തിത്തിരിപ്പ്. സൗകര്യമില്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വീണ്ടും സിനിമാ സ്റ്റൈലിൽ പ്രകോപിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജബൽപൂരിൽ വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടാണ് ഇക്കുറി കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു ശോഭിച്ചുള്ള പ്രതികരണം ഉണ്ടായത്. സൂക്ഷിച്ച് സംസാരിക്കണമെന്നും ചോദ്യം ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയെന്നും ഉത്തരം പറയാൻ സൗകര്യമില്ല എന്നുമായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഏതാണ് ചാനൽ എന്ന് ചോദിച്ച ശേഷം ഒരു പ്രശസ്ത ചാനലിന്റെ പേരെടുത്ത് പറഞ്ഞ് മറുപടി പറയാൻ സൗകര്യമില്ല എന്നാണ് കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്. കൊച്ചിയിലായിരുന്നു പ്രതികരണം. മാധ്യമ പ്രതികരണത്തിന്റെ പൂർണ്ണ ഭാഗം ഒന്ന് കാണാം. മുനമ്പത്തെ പ്രശ്നമല്ല പരിഹരിക്കപ്പെട്ടു. നിങ്ങൾ ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ട്, ഭാരതത്തിൽ ഈ കിരാതമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നന്മയുള്ള സ്ഥാപനമാണ്. ആ നന്മയുള്ള സ്ഥാപനത്തിലെ അപാകതകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ കിരാത രൂപത്തിലേക്ക് അത് മാറുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനും വലിയ ഒരു സമൂഹത്തിന് അത് ദോഷകരമാവാതിരിക്കാനും ആ സമുദായത്തിലെ തന്നെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ തന്നെ ആൾക്കാർക്ക് പോലും ദോഷകരമായി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ നടപടിയാണ് അല്ലെങ്കിൽ ഒരു നിയമ മാറ്റമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് മുനമ്പത്തിനും ഗുണപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ പാർലമെന്റിനപ്പുറം വല്ലതും കാണുന്നുണ്ടോ? ഒരു പാർലമെന്റ്, ഒരു സംശയവും വേണ്ട. പാർലമെന്റ് ആണോ സ്ഥാപനം? തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കാതെ ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ എന്ത് ചെയ്യും കേരള സർക്കാർ? എന്ത് ചെയ്യും കേരള സർക്കാരിന്? എന്ത് ചെയ്യും? ഒരു കമ്മീഷനെ നിയമിച്ചില്ലേ? കമ്മീഷൻ ഇപ്പൊ എവിടെയാ? എന്താണ് മലപ്പുറത്തു നിന്ന് വന്ന് വാഗ്ദാനം കൊടുത്തു പോയത്? എന്താണ് വടക്കംപറവൂർന്ന് വന്ന് അദ്ദേഹം വാഗ്ദാനം കൊടുത്തു പോയത്? അതൊക്കെ എവിടെയാണ്? നിങ്ങളൊക്കെ അത് വലിയ സ്ഥാപനങ്ങളാണെന്നാണോ വിചാരിച്ച ആ വാഗ്ദാനങ്ങളൊക്കെ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പാതകം ചെയ്തിരിക്കുന്നത്. പാവങ്ങളെ വഹിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഒരു പക്ഷമുണ്ടോ നിങ്ങൾക്ക്? ചർച്ച പ്രധാനമാണല്ലോ. ചർച്ച എവിടെയാണ്? എന്തെങ്കിലും കുഴപ്പം നിങ്ങൾ കണ്ടോ? അല്ല മിനിസ്റ്ററെ, ഈ കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ ഇതിൽ മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവരെ കുറെ ആശങ്കകൾ രേഖപ്പെടുത്തി. ആണോ? പക്ഷേ അതില് എന്താണ് ഒരു ആ ആശങ്കകളിൽ അടിസ്ഥാനമില്ലേ? എന്തടിസ്ഥാനമാണുള്ളത്? നിങ്ങൾ രാഷ്ട്രീയമൊന്നുമില്ലാത്ത, രാഷ്ട്രത്തിനോട് സ്നേഹമുള്ള, നല്ല ബുദ്ധിയും അറിവുമുള്ള, കുത്തിത്തിരിപ്പ് ഹൃദയത്തിലില്ലാത്ത, രാഷ്ട്രീയമേ ലവലേശമില്ലാത്ത നല്ല വിചക്ഷണരോട് പോയി ചോദിക്കൂ. അവർ വാദിച്ച കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്ന്. വിഭജിക്കാൻ വേണ്ടി ജനങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞൊരു ദുഷ്പ്രചരണമല്ലേ അവരുടെ വാദങ്ങളിലൂടെ പാർലമെന്റ് നടത്തിയത്? അതിനത്രയും പുച്ഛത്തോടെ മാത്രമേ അവിടെയുള്ള ചർച്ചകളിൽ അതിന്റെ പരിസമാപ്തിയിൽ തെളിവതാണ്. ഇതിലൊരു ക്ലാരിറ്റി വെച്ചാൽ ഈ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞതിൽ മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു എന്നതാണ് ഒരു. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സർ. നിങ്ങൾ ഇപ്പം കിടന്നൊരു അങ്കലാപ്പ് ഉണ്ടാക്കാതെ, ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ? JPCയിൽ ഇട്ടത് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ? അല്ല, പറഞ്ഞത് ക്യാരി ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. അതാ പറഞ്ഞത്. അപ്പൊ അതുപോലെ നിങ്ങളിതും ക്യാരി ചെയ്തോളൂ. അതിലൊരു വ്യക്തത വരുത്താൻ താങ്കൾക്ക് കഴിയുമല്ലോ. ഇപ്പോഴല്ലല്ലോ. അതാ അതിന്റെ പ്രവർത്തനം. ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ.
മുൻപത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവും തന്നെയാണ് മിനിസ്റ്റർ ഉറപ്പ് കൊടുക്കുന്നത്. പിന്നെയും ഇതിങ്ങനെ ചോദിച്ചോണ്ടിരുന്നെങ്കിൽ ഇതൊരു സ്ഥിരം കാര്യം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. മുനമ്പത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് എന്ന് പറഞ്ഞില്ലേ ആദ്യമേ. എന്റെ നാവ് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ, മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. ഇതാണ് കുത്തിത്തിരിപ്പ്, ഇതാണ് കുത്തിത്തിരിപ്പ്. എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ്. എന്താ പാലാ ബിഷപ്പിനെ കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചില്ലേ? പാലാ ബിഷപ്പിനെ പിടിച്ച് അകത്തിടാൻ തീരുമാനിച്ചില്ലേ? അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ വന്നേ? ഇലക്ഷന് തൊട്ടു മുമ്പാണ്, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, അവരിത് ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ. അപ്പൊ അവരുടെ വിഷമം എന്താ? ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു, അത് കണ്ട അങ്കലാപ്പാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ ആങ്ങളെയും പങ്ങളും വരാഞ്ഞത്? എന്താ വരാഞ്ഞ? അല്ല, അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലേ? ചോരക്കണക്ക് കേരളത്തില് അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ നിങ്ങള്? ഏതാ ചാനല്? ബെസ്റ്റ്. ഏതാ? സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. എന്തായാലും അങ്ങേയറ്റം നിഷേധാത്മകമായ ശൈലിയിലാണ് സുരേഷ് ഗോപി പ്രതികരിച്ചതെന്നത് പറയാതെ നിർവാഹമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തായാലും, ചോദ്യം ഉന്നയിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ രാഷ്ട്രീയം എന്തായാലും, പൊതുവേദിയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയും സഭ്യതയും പലപ്പോഴും സുരേഷ് ഗോപി മറക്കുന്നുവെന്നത് സത്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ തന്നെ ആക്ഷൻ സിനിമകളിലെ പല പഞ്ച് ഡയലോഗുകളെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് പലപ്പോഴും മാധ്യമ പ്രതികരണം. ഉത്തരമുട്ടുന്ന ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങളെ പേരെടുത്ത് പരിഹസിക്കുന്നതും ടിപ്പിക്കൽ സുരേഷ് ഗോപി സ്റ്റൈലായി മാറുകയാണ്. എന്തായാലും വഖഫ് കിരാതം ഭാരതത്തിൽ അവസാനിപ്പിച്ചുവെന്ന് പറഞ്ഞ സുരേഷ് ഗോപി മുനമ്പത്തും അത് ഗുണപ്പെടുമെന്നും അഭിപ്രായപ്പെട്ടു. ക്രിസ്ത്യൻ സമൂഹം ബില്ലിനായി അണിനിരുന്നതിന്റെ അങ്കലാപ്പിലാണ് കോൺഗ്രസ് എന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിലുണ്ടായ വാക്പോരും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എമ്പുരാൻ സിനിമയുടെ താങ്ക്സ് കാർഡിൽ നിന്ന് എന്റെ പേര് ഒഴിവാക്കാൻ ആദ്യം ആവശ്യപ്പെട്ടത് ഞാൻ തന്നെയായിരുന്നു, അത് തന്നെയാണ് സത്യമെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞിരുന്നു. കാര്യമെന്തായാലും അദ്ദേഹത്തിന് കേരളത്തിനായി ചെയ്യാൻ സാധിക്കുന്ന വികസന പദ്ധതികൾ കൊണ്ടുവരാൻ ഇനിയും സാധിക്കട്ടെ. അതിനൊപ്പം ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എതിർസ്വരങ്ങളോട് പാലിക്കേണ്ട മര്യാദയും പക്വതയും ആർജിക്കാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.